അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയതിൽ ഇന്നും കോളേജ് ക്യാമ്പസിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. അതേസമയം നിതിൻ രാജിന്റെ സഹപാഠികൾ ഇന്ന് തിരികെ കോളേജിലെത്തി. ഒന്നാം വർഷ BDS വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും കോളേജിലെത്തുന്നുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണവിധേയനായ അധ്യാപകൻ ഡോക്ടർ M. K. റാമിനെതിരെ രക്ഷിതാക്കളും മാനേജ്മെന്റിനും പരാതി നൽകും. റാംസാറുടെ ഭാഗത്തുനിന്ന് നമുക്കും പല അനുഭവങ്ങളും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ വളരെ മോശമായ വാക്കുകളാണ് ക്ലാസ്സിൽ ഉപയോഗിക്കൽ. പിന്നെ ഫിസിക്കലായിട്ടും വേറെ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക. അതൊക്കെ ഞാൻ മോള് പറഞ്ഞിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ആൺകുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് അടുപ്പിക്കുക. ഇയാൾക്ക് നേരിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തല്ലാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പയ്യനെ ശരിക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ്. ശരിയായ രൂപത്തിൽ അന്വേഷിച്ചാൽ ഇത് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസം പോരാ. ഇയാൾ ഹറാസ്മെൻറ്റ് നിരന്തരമല്ല, അത് മെൻ്റലി ഫിസിക്കലി രണ്ടും. അപ്പോൾ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫൈൻ കൊടുക്കണം, അറ്റൻഡൻസ് കട്ട് ചെയ്യുക. അതാണ് മെയിൻ. അറ്റൻഡൻസ് ഒരു മെയിൻ ഘടകമാണല്ലോ. ഇതിൽ ശരിയായ അന്വേഷണം നടക്കണം. ഇപ്പോഴുള്ള അന്വേഷണം നമുക്ക് വിശ്വാസം പോരാ. ഇത് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം. അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിൽ നിന്ന് അജീഷ് ശിവകുമാർ ചെയ്യുന്നു. അജീഷ്, എന്തായാലും ആദ്യ ദിവസങ്ങളിൽ ഭയന്നിരുന്ന കുട്ടികൾ ഭയത്തിന്റെ തോട് പൊട്ടിച്ച് പുറത്തിറങ്ങി പ്രതിഷേധമായി രംഗത്തിറങ്ങുന്നു. നല്ല കാര്യം. അതേസമയം തന്നെ ഈ റാം ഇപ്പോഴും എവിടെയാണെന്ന് പോലീസിന് അറിയില്ല, ഒളിവിലാണ്. പോലീസ് പിടിക്കാത്തതാണോ പിടിക്കാൻ മെനക്കെടാത്തതാണോ എന്ന കാര്യം അറിയില്ല. അത് ആത്മഹത്യ തന്നെയാണോ കൊലപാതകമാണോ എന്ന സംശയം കൂടുതൽ രൂക്ഷമായ ബന്ധുക്കളും രക്ഷിതാക്കളും ഒക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. മൊത്തത്തിൽ അഞ്ചരക്കണ്ടിയിൽ ആ അവസ്ഥ, ആ കലങ്ങി മറിഞ്ഞ അവസ്ഥ അങ്ങനെ തുടരുകയാണ്. അജീഷ്, ഹാഷ്മി, എന്തായാലും ഈ വിദ്യാർത്ഥികൾ എല്ലാവരും ഡെന്റൽ കോളേജിലെ ഒപ്പം തന്നെ മറ്റു ബാച്ചിലെ വിദ്യാർത്ഥികൾ, ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇന്ന് ഒരുമിച്ച് ഈ നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. അവർ ഈ ഡെന്റൽ കോളേജിന് മുന്നിൽ ധർണയിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ബാച്ചിലെ വിദ്യാർത്ഥികളുണ്ട്. ഒന്നാം വർഷം BDS വിദ്യാർത്ഥികളുണ്ട്, പല രണ്ടാം വർഷം, മൂന്നാം വർഷം, നാലാം വർഷ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിലെ വിദ്യാർത്ഥികളടക്കം ഇവിടെ പ്രതിഷേധിച്ച് ഇവിടെ ധർണ നടത്തുകയാണ്. അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന വൈറ്റ് കോട്ട് ഊരിയാണ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധിക്കുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അത് രക്ഷിതാക്കളുടെ അധ്വാനമാണ് ഈ വൈറ്റ് കോട്ട്. മാത്രമല്ല, അത് ആദ്യം അതിൽ കണ്ണീർ പൊടിഞ്ഞു, ഇപ്പോൾ അതിൽ ചോരയും പൊടിഞ്ഞു. ഇപ്പോൾ ആ വൈറ്റ് കോട്ട് ഊരിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചില വിദ്യാർത്ഥികൾ കൂടി ചേരുന്നുണ്ട്. ആർച്ച ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയാണ്. തുടക്കം മുതൽ തന്നെ നിതിൻ രാജിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഈ സമരത്തിലൂടെ മാനേജ്മെന്റ് ഈ ഡോക്ടർ റാമിനെ പുറത്താക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ നടപടി വരുന്നതുവരെ പ്രതിഷേധിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? നടപടി വരുന്നവരെ പ്രതിഷേധിക്കാനാണ് തീരുമാനം. ഇതുവരെ ഇത്രയും ദിവസമായിട്ടും നമുക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. ആരും ആകെ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. വേറെ ആരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക, എന്താ പ്രശ്നം, നിങ്ങളെ ഡിമാൻഡ്സ് എന്താ, ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ കംപ്ലയിൻറ്റ്സ് ചെയ്ത് വെക്കുന്നു, കൊടുക്കുന്നു. അത് ഇത്രയും നാളായിട്ട് ഒരു ആക്ഷനും സംഭവിച്ചിട്ടില്ല. ഇനി അത് പറ്റത്തില്ല. ഞങ്ങൾക്ക് ആക്ഷൻ വേണം. ഞങ്ങൾക്ക് നല്ല ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സായിട്ട് ഇതാവണം. ഇത് നമുക്ക് പേടിച്ച് എപ്പോഴും കോളേജിൽ തന്നെ ഇതിനൊരു ജസ്റ്റിസ് കിട്ടണം. അതിന് വേണ്ടി റാം സാറിന് എങ്ങനെയും കണ്ടുപിടിച്ച് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. റാം സാർ ഒളിവിലാന്നൊക്കെ നാണമില്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും കുട്ടികൾ എണ്ണി ഓരോ കാര്യങ്ങൾ അവർക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യില്ല? ഇത്രയും പേര് കംപ്ലയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടേ? നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും എന്താ പറ്റി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നമ്മളപ്പോ എന്താ ചെയ്യേണ്ടേ? വിദ്യാർത്ഥികളുടെ രോഷം നമുക്ക് ആ വാക്കിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.